വി.എസ്. അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആലപ്പുഴ നഗരമധ്യത്തിൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രം പണിതു. ആ കുഞ്ഞു കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കഥ കാണും. ചുങ്കത്താണ് സഖാവ് വി.എസ്. സ്മാരക കാത്തിരിപ്പ് കേന്ദ്രം. CITUവിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിതതാണ്. വി.എസിന്റെ പേരിട്ടിരിക്കുന്നു എന്നത് മാത്രമല്ല പ്രത്യേകത. സൂക്ഷിച്ചു നോക്കിയാൽ കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിൽ ഒരു മരം വളർന്നു നിൽക്കുന്നത് കാണാം. എന്തായിട്ട് ഈ മരം വെട്ടാതെ വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞത്? മരം വെട്ടാന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ മരം ആണ് നമുക്കൊരു തണലായിട്ട് നിന്നത്. അത് നമ്മൾ ചെറിയ ഫ്ലെക്സൊക്കെ വെച്ച് ഇങ്ങനെ അത് ഒരു തണലായിട്ട് നിന്ന്, അതുകൊണ്ട് ഈ മരം ഈ ഷെഡ് വെക്കാൻ നേരത്ത് തന്നെ ഇത് നമുക്ക് വെട്ടാതെ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ എന്ന് പറയാം, ആദ്യമായിട്ട് ചുങ്കം ഓട്ടോ സ്റ്റാൻഡാണ് വി.എസിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയുന്നത്. പിന്നെ ഇത് പരിപാലിച്ച് പോകുന്നതിൽ ഞങ്ങളുടെ ഇവിടെ വരുന്നത് ഡെയിലി INTUCയുടെ തൊഴിലാളികളുണ്ട്. അവരിവിടെ ഡെയിലി പോയിന്റ് ഡ്യൂട്ടിക്ക് വരുന്നതാണ്. ഞങ്ങളില്ലെങ്കിൽ പോലും അവർ ഞങ്ങളെക്കാളും മുൻപന്തിയിൽ നിന്ന് അതെല്ലാം വൃത്തിയാക്കി എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും, ഒരാളിൻ്റെ അതിന് പുകവലിക്കുകയാണെങ്കിൽ പോലും അവർ പറഞ്ഞു മാറ്റും. ചിലവർക്കും മോക്കർപ്പുണ്ടാവും, എന്നാലും അതൊന്നും വകവെക്കാതെ എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി പോവുകയാണ്. മരത്തിൻ്റെ തണലത്തിന് അതിന് പ്രത്യേക കാറ്റും അതിനൊരു ഇതുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊരു കമ്പൗണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെട്ടി ഇട്ടങ്ങനെ കിളിപ്പിച്ച് പരിപാലിച്ച് നല്ല ചെടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് ആ വരും നല്ലത്. പക്ഷേ പിന്നെ ഭാവിയിൽ സംരക്ഷിക്കാൻ പറ്റിയത് തന്നെ വളരെ നല്ല കാര്യമാണ്. കാരണം ഈ ഒരു ഷെഡിൽ തന്നെ നിൽക്കുന്നതും മരത്തിൻ്റെ അകത്ത് നിൽക്കുന്നതാണൊക്കെ നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങി നിന്നൊക്കെ അറിയത്തുള്ളൂ. തൂണുകളുണ്ടോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. മരം വെട്ടി വെയിറ്റിംഗ് ഷെഡ് പണിയുന്നവർക്ക് മാതൃകയാക്കാം വി.എസ്. സ്മാരക കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണ രീതി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.